ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും ഹോം മെയ്ഡ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്. എന്ന് വെച്ചാൽ നമുക്കിതുവരെ സബ്സ്ക്രൈബറും വാച്ചവറും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടൊക്കെ പിന്നെ മനസ്സിനൊരു മടുപ്പായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാനും ആരുമില്ല. മോനെ ജോലിക്ക് പോകാൻ തുടങ്ങി, അതുകൊണ്ട് ആരുമില്ല. എന്നാൽ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഓട്സും കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഓട്സ്, നമുക്ക് ആവശ്യമുള്ള ഓട്സ് എടുക്കുക. എത്ര പേര് നമ്മുടെ വീട്ടിലുണ്ടോ അതിനനുസരിച്ചുള്ള ഓട്സ് എടുത്തിട്ട് നമ്മളത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ പാല് കൂട്ടിയിട്ട് ഒരു 1/4 മണിക്കൂർ നമ്മളത് ഇതുപോലെ മിക്സാക്കി വെക്കണം. പാലിഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എടുക്കുക. അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് എടുക്കണം കേട്ടോ. ക്യാപ്സിക്കം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് വീട്ടിൽ എത്ര പേരുണ്ട് അതനുസരിച്ചുള്ള മുട്ട നമുക്ക് എടുക്കാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ഉപ്പ് വേണം. പിന്നെ പച്ചമുളകും സബോളയും കൂടെ നല്ല കൊത്തി അരിഞ്ഞത്, തക്കാളി. നമുക്ക് ഇത്രയും സാധനങ്ങൾ. വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണയോ ബട്ടറോ നമ്മൾ എന്ത് വേണേൽ യൂസ് ചെയ്യാം കേട്ടോ. നെയ്യോ എന്ത് വേണേൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഓട്സ് പാലിനകത്താക്കി പൊടിച്ചത് മിക്സാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതിരിക്കട്ടെ. നമുക്ക് അപ്പം നമ്മൾ ആ മുട്ടയുടെ കൂട്ട് നമ്മൾ ഓട്സിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മളെ ഓംലേറ്റ് മാതിരി ആയില്ലേ കണ്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ രാവിലത്തേക്കിന് കണ്ടോ. പിന്നെ നമുക്ക് അരി പലഹാരം ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കി ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വിശപ്പ് പോകും. നമ്മൾ നല്ലപോലെ ഇളക്കി നോക്കിയിട്ട് നമ്മുടെ ഉപ്പൊക്കെ നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കാം. എരിവ് കുറവുള്ളവർക്ക് കുറവ് ഇട്ടാച്ചാൽ മതി കേട്ടോ. പിന്നെ ഉണക്കമുളകിൻ്റെ പൊടിയോ ക്രഷ് ചെയ്തതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഓരോ തവി ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 2 മുട്ട, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് ലേശം ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലപോലെ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ നമുക്കിത് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഓട്സിൻ്റെ കൂട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടില്ലേ, നമുക്ക് അതിലേക്ക് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാന് നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ലേശം വെളിച്ചെണ്ണ ഇതിനകത്ത് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ലേശം ഒഴിക്കുന്നതാണ്. നമുക്കൊന്ന് നല്ല ചുറ്റിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു കുറേശ്ശെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് ഓംലേറ്റിൻ്റെ മാതിരി വന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നത്. എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? ഒത്തിരി നാളായി എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. നല്ല ചൂടായിരിക്കും അല്ലേ? ഇവിടെയാണെങ്കിലും നല്ല ചൂടാണ്. ഇങ്ങനെ പോകുന്നു കുഴപ്പമില്ലാതെ. പിന്നെ എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണേ. നമുക്കിത് എന്തായെന്നൊക്കെ നോക്കാവേ. അപ്പം നമ്മുടെ ഓട്സിൻ്റെ ഓംലേറ്റ് നമുക്കത് തിരിച്ചിട്ടു കണ്ടോ. അടിപൊളിയല്ലേ? സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാൻ. മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ മൂടുമൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇപ്പം അങ്ങേ വശം നമുക്ക് അപ്പം തന്നെ വെന്ത് കിട്ടും. ചെറു തീയെ ഇടാവുള്ളേ, ഒത്തിരി തീ ഇടരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ അയക്കണേ. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാൻ പ്രതീക്ഷിക്കാം കേട്ടോ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ. ബായ്.